ഹലോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോട്ടിംഗ് സെൻറ്ററിൽ വെച്ചിട്ടാണ്. ഷോട്ടിംഗ് സെൻറ്ററിൽ നമ്മുടെ ജോബ് ലെവൽ ഇൻക്രീസ് ആയിട്ടാണ്, 5 ലെവൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഏകദേശം നമുക്ക് രണ്ടാമത്തെ ജോബിന് എത്ര കിട്ടുന്നു, ഏകദേശം എത്ര എമൗണ്ട് കിട്ടുന്നു, അതേമാതിരി എങ്ങനെ അത് ചെയ്യാമെന്നും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുത്തു കേട്ടോ. സ്റ്റാർട്ട് കൊടുത്തപ്പോൾ ഇതിൽ 3 ടൈപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. ഒരു ബോക്സ് ഉണ്ട്, അതിന്മേൽ മേലത്തെ ഒരു 8 നമ്പർ ഉണ്ട്, ബാർകോഡിലൊരു 8 നമ്പർ ഉണ്ട്. എങ്ങനെ നോക്കി നോക്കാം. ഫൈൻഡ് ആൻ എറർ ഇൻ ദ ബാർകോഡ് ഓൺ ദ ബോക്സ് ബൈ കമ്പയറിങ് ഇറ്റ് ടു ദ ബാർകോഡ് ഓൺ ദ കമ്പ്യൂട്ടർ ആൻഡ് സെലക്ടിങ് ദ നമ്പേഴ്സ് ദ ഡോണ്ട് മാച്ച്. അപ്പം അടിയിൽ ബാർകോഡില്ലേ, ബാർകോഡും മേലത്തെ നമ്പറും ചില നമ്പറുകൾ വ്യത്യാസം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. നോക്കിയോ, 21 28 90 25 71 28 90 അല്ല 25ക്ക് തോന്നുന്നു 0 അതിലില്ല. 94 0 ഇല്ല. ഒന്ന് അടിച്ച് കൺഫേം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അതല്ല, എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടായിരിക്കും. ഒന്നുകൂടി നമുക്ക് നോക്കി നോക്കാം. 48 49 4 തോന്നുന്നത് ഒരു 3 നമുക്കൊന്ന് കൺഫേം ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ടാണ് 3 അപ്പോൾ നമുക്ക് കാശ് കിട്ടി 150 രൂപയാണ് നമുക്ക് കിട്ടിയത്. ആദ്യം നമുക്ക് 60 രൂപയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ 150 രൂപ, ഏകദേശം 120 രൂപ പ്ലസ് ഉണ്ട് നമുക്ക്. നമുക്കൊന്നുകൂടി എന്തായാലും ചെയ്ത് നോക്കി നോക്കാം. 7 അതുകൊണ്ട് 7 25 13 വേറെ ഒന്നും കാണാനില്ല. 7 മാത്രമേ കാണാനുള്ളൂ. കൺഫേം ചെയ്ത് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ടാണ്. കുഴപ്പമില്ല കേട്ടോ. നമുക്ക് 150 രൂപ വെച്ചിട്ട് ഒരു ജോബിന് കിട്ടുന്നുണ്ട്. മറ്റേ നമ്മുടെ ഷോട്ടിങ്ങല്ല, മറ്റേ എത്തിക്സ് ഫാക്ടറിയും അതേമാതിരി ടെസ്ല ഫാക്ടറിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ജോബിന്. പക്ഷേ മറ്റേ വർക്കിനേക്കാളും മറ്റേ 2 വർക്കിനേക്കാളും അത്ര എളുപ്പമല്ല കേട്ടോ. ഈ നമ്പറുകളൊക്കെ നോക്കി വരുമ്പോൾ ഇത്തിരി സമയം പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇതിൽ ഷോട്ടിംഗ് സെൻറ്ററിലുള്ള വർക്കിനൊക്കെ ഇത്തിരി എളുപ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ സെലക്ട് ചെയ്യാൻ വേണ്ട. മറ്റേത് ഇങ്ങനെ ഓരോന്ന് അടിച്ചു കൊടുത്ത് വീണ്ടും പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും സമയം പിടിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടി ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ടെസ്ല ഫാക്ടറിയുടെയും അതുമാതിരി തന്നെ നമ്മുടെ തിക്സ് ഫാക്ടറിയുടെയും ജോബ് ഇൻക്രീസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ എല്ലാവരും അത് പോയിട്ട് കാണുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കൂട്ടുകാരെ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.